ഉപജീവനത്തിനായി പലതരം തൊഴിലുകളെ ആശ്രയിക്കുന്നവർ നമുക്കിടയിലുണ്ട്. പക്ഷേ ദിവസവേതനാടിസ്ഥാനത്തിലുള്ള ഇത്തരം തൊഴിലുകൾ എന്നും ലഭിക്കാറില്ല. കാടിനോട് ചേർന്ന് ജീവിക്കുന്ന ഗോത്രവിഭാഗക്കാർ അത്തരത്തിൽ തൊഴിൽ ക്ഷാമം നേരിടുന്നവരാണ്. അവസരങ്ങളിൽ കാട് തന്നെ അവർക്ക് ഉപജീവനത്തിനായി ചില വഴികൾ കാട്ടിക്കൊടുക്കാറുണ്ട്. വനവിഭവമായ പൊങ്ങുകായ ശേഖരിക്കലിൽ മുഴുകിയിരിക്കുകയാണ് വയനാട്ടിലെ ഗോത്രവയോധികനായ ബാലൻ. പൊൻകുഴി പണിയ ഉന്നതിയിലെ വയോധികനായ ബാലനാണ് വീടിന് സമീപത്തെ വനത്തിൽ നിന്ന് പൊങ്ങുകായ ശേഖരിക്കുന്നത്. ഉയരമുള്ള പൊങ്ങുമരത്തിലെ കായ കമ്പുകൾ ഉപയോഗിച്ച് എറിഞ്ഞു വീഴ്ത്തുകയാണ് ചെയ്യുന്നത്. ഇവ വീട്ടിലെത്തിച്ച് പൊട്ടിച്ച് ഉണക്കിയെടുത്താണ് വിൽപ്പന നടത്തുന്നത്. 1 കിലോ ഉണക്ക പൊങ്ങുകായ്ക്ക് 20 രൂപ വരെ ലഭിക്കുമെന്നാണ് ബാലൻ പറയുന്നത്. പറിച്ചെടുത്തിട്ട് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ട് ഇങ്ങനെ ഉണക്കണം. ഈ കുരുവ് മാത്രം എടുക്കാം. അത് 10-20 ഉറുപ്പ കിട്ടും. പച്ചക്ക് ഉണക്കി കൊടുത്താൽ അതിന് കുറവും. വേപ്പെണ്ണ നിർമ്മാണത്തിനായാണ് പൊങ്ങുകായ പ്രധാനമായും ഉപയോഗിക്കുന്നത്. പട്ടികവർഗ വനവിഭവ ശേഖരണ സൊസൈറ്റിക്കാണ് ശേഖരിച്ച പൊങ്ങുകായ വിൽക്കുക. വന്യമൃഗശല്യം കൂടിയതോടെ ഈ മേഖലകളിൽ കൃഷിജോലികൾ പൊതുവെ കുറഞ്ഞിട്ടുണ്ട്. ഈ സമയങ്ങളിൽ ഇവരുടെ ഉപജീവന മാർഗം കൂടിയാണ് വനവിഭവ ശേഖരണം. ഒറ്റയ്ക്കും കൂട്ടമായും വനവിഭവങ്ങൾ ശേഖരിക്കുന്ന ഗോത്രജനതയുടെ കാഴ്ച ഈ മേഖലയിൽ പതിവാണ്. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.